ഹായ്, വെൽക്കം ബാക്ക് ടു ARS ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വെങ്ങളം മുതൽ കോഴിക്കോട് ബൈപ്പാസിൽ നമ്മൾ കോരപ്പുഴ ഒക്കെ കഴിഞ്ഞ് ആ ഒരു പ്രദേശം വരെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് നമ്മൾ വീഡിയോ അങ്ങ് പാർട്ടാക്കിയിട്ട് തിരിക്കും. എന്തായാലും കോരപ്പുഴ ഭാഗത്തേക്കാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചാനൽ കാണുന്ന ആളുകൾ ആദ്യം തന്നെ നിങ്ങൾ എടുക്കേണ്ട ദൗത്യം ഒരു ലൈക്ക് അടിക്കുക. അപ്പോൾ നമ്മൾ വെങ്ങളം ജംഗ്ഷനിലാണ് നമ്മളുള്ളത്. വെങ്ങളം ജംഗ്ഷനിൽ ഉള്ള കാഴ്ച വിശാലമായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. വെങ്ങളം നിങ്ങൾ പ്രവാസികളായ ആളുകൾക്ക് പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നല്ല രീതിയിലുള്ള സപ്പോർട്ട് വേണം കേട്ടോ. ഇല്ലേ നമ്മൾ സബ്ജക്റ്റ് മാറ്റും, ഭീഷണിയല്ല. അപ്പം കാരണം നമുക്ക് അതിനനുസരിച്ചിട്ട് ബെനിഫിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നല്ല രീതിയിൽ ഷെയർ ചെയ്യാൻ. അപ്പോൾ നമ്മളെ വെങ്ങളം ഭാഗത്ത് സർവീസ് റോഡ് ഇപ്പോൾ ഒന്നുകൂടി പുതുക്കി ടാർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെയൊക്കെ കുറച്ചുകൂടി മണ്ണൊക്കെ അടിച്ച് സെറ്റാക്കാനുണ്ട്. സർവീസ് റോഡ് നല്ല കുട്ടപ്പനാക്കി മാറ്റിയിട്ടുണ്ട്, അതിലൊരു സംശയമേ ഇല്ല. നല്ല വിശാലമാക്കിയിട്ടുണ്ട് സർവീസ് റോഡ്. നമുക്ക് സർവീസ് റോഡിലൂടെ യാത്ര ചെയ്ത് നോക്കാം. നമ്മളെ KMCയുടെ വർക്ക് ഇവിടുന്ന് അങ്ങോട്ട് KMCയുടെ വർക്കാണ് എന്നൊരു ഡൗട്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ താറിങ് പൂർത്തിയായിട്ടുണ്ട്. ഓർമ്മയില്ല, സത്യം പറഞ്ഞാൽ വിട്ടുപോകുന്നു. KMCയുടെ ആണോ വാഗാടിൻ്റെ ആണോ എന്നൊക്കെ. നമ്മളെ ബ്രിക്സ് വാളുകൾ നല്ല രീതിയിൽ വിശാലമായിട്ട് മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നൽകുന്നത്. സർവീസ് റോഡ് കുറച്ചുകൂടി ഇവിടെയൊക്കെ വിശാലമായി കിടക്കുന്നൊരു കാഴ്ചയാണ്. ഇപ്പോൾ താറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയ സമയത്താണ് നമുക്ക് സർവീസ് റോഡ് എത്രത്തോളം ഈ പ്രദേശങ്ങളിൽ വിശാലമാണ്, എത്രത്തോളം വീതിയുണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാലും ചില ഭാഗങ്ങളിൽ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി വിശാലമായിട്ട് തന്നെയാണ് ഈ പ്രദേശത്തെ സർവീസ് റോഡിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ നേരെ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കോരപ്പുഴ പാലത്തിൻ്റെ ചുവട്ടിലാണ്. കോരപ്പുഴ പാലത്തിൻ്റെ ചുവട്ടിൽ പഴയ ആറിവാളാണിത്. പണ്ടും ആറിവാളൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായില്ലേ? നമ്മളെ കോരപ്പുഴ പാലം വർക്ക് നടക്കുന്ന സമയത്ത് നിർമ്മിച്ച ആറിവാൾ. വിശാലമായ കോരപ്പുഴ പാലത്തിൻ്റെ ചുവട്ടിലാണ് നമ്മളുള്ളത്. നമ്മുടെ മൂരാട് പാലത്തോട് സാമ്യം തോന്നിക്കുന്ന ഒരു പാലമാണ് കോരപ്പുഴ പാലം. മറ്റൊന്നല്ല, അത്രയും ലെങ്ത്തുള്ള വിശാലമായിട്ടുള്ളൊരു പാലമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മൂരാട് പാലത്തിനോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ളതാണ്. ഇവിടെയൊക്കെ പൈലിങ്ങൊക്കെ അടിച്ചിട്ട് കുറേ കാലമായി. കോരപ്പുഴ പാലത്തിൻ്റെ പുഴയിലാണ് സത്യം പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയൊക്കെ മണ്ണടിച്ച് താഴ്ത്തിയതാണ്, വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുഴ നിർത്തിയതാണ്. അപ്പം പൈൽ ടോപ്പ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കോരപ്പുഴ പാലത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ മുകളിലൊന്നും നിലവിൽ ഗേഡറുകളൊന്നും ലോഞ്ച് ചെയ്തിട്ടില്ല. ലോഞ്ച് ചെയ്യാനുള്ള വർക്ക് ഏതാനും ആഴ്ചകൾ കൊണ്ട് തുടങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ചൂടിൻ്റെ സമയത്ത് ഇവിടെ വരുമ്പോൾ നല്ല രീതിയിലുള്ള ആശ്വാസവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാമറ കുറച്ച് നേരം ഇവിടെ പിടിക്കാം. അപ്പോൾ നമ്മൾ സർവീസ് റോഡിൽ കാഴ്ച കണ്ടു. ഇനി നേരെ നമ്മൾ 6 വരി പാത കോരപ്പുഴ പാലത്തിൻ്റെ മുകളിലേക്കുള്ള കാഴ്ച കാണാൻ വേണ്ടി അങ്ങോട്ട് യാത്ര. ഓ
ഇത്ര പെട്ടെന്ന് നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. കോരപ്പുഴ പാലത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ നല്ല വർക്കിൻ്റെ കാഴ്ചയാണിത്. 3 വരിപ്പാത ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത 3 വരിപ്പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ലെവലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ്. ഇതാണ് ഇവിടെയുള്ള കാഴ്ച. അപ്പം നമ്മൾ നേരെ ഇനി കോരപ്പുഴ പാലത്തിൻ്റെ ഭാഗത്ത് തന്നെ സഞ്ചരിക്കുകയാണ്. വൺ സൈഡിൽ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. ഇനി വൺ സൈഡിൽ 3 വരിപ്പാതയുടെ ടാറിങ്ങാണ് ഈ ഒരു പാലത്തിന് മുന്നേ ഉള്ള പ്രദേശത്ത് നടക്കാനുള്ളത്. നമ്മൾ പുറക്കാട്ടേരി പാലത്തിൻ്റെ മുകളിലാണുള്ളത്. അതിനിടയിൽ നമ്മൾ ഒരു വീഡിയോ ഫയൽ മിസ്സായി. നമ്മൾ ശക്തമായ ചൂട് കാരണം തോന്നുന്നു ക്യാമറ ഹീറ്റായിട്ടൊരു ഫയൽ മിസ്സായി. നമ്മൾ വീണ്ടും വീഡിയോ എടുക്കേണ്ടത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു ചൂടുള്ള സമയത്തുള്ള നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ എന്തായാലും ലാസ്റ്റ് എക്സ്പാൻഡ് ബീമുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 2 പില്ലറിൻ്റെ മുകളിൽ ഇനി ഒരു 5 എക്സ്പാൻഡ് ബീം അല്ലെ ഗേഡറുകളാണ് ലോഞ്ച് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് ക്രെയിൻ ഇവിടെ ഓൾറെഡി ഒരു ക്രെയിൻ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അടുത്ത ക്രെയിൻ കൂടി വരേണ്ടതുണ്ട്. അപ്പോൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെയിൻ ഇങ്ങോട്ട് വന്ന് ഈ ഒരു വർക്ക് കൂടി ഈ ആഴ്ച തന്നെ കംപ്ലീറ്റ് ആവും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇവിടെയുള്ള കോൺക്രീറ്റ് ആണ് ഇനി ബാക്കിയുള്ളത്. ഏകദേശം കുറേ ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഭാഗങ്ങളിൽ കോൺക്രീറ്റാണ് ബാക്കിയുള്ളത്. ഈ ഒരു പ്രദേശത്തെല്ലാം നമ്മൾ മറ്റൊരു പാലത്തിലാണ് കോൺക്രീറ്റിങ് ചെയ്തത്. ഇവിടെയൊക്കെ ഗേഡറുകൾ കംപ്ലീറ്റ് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി കമ്പിയൊക്കെ കെട്ടി കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കാണ്. ഇവിടെ കോൺക്രീറ്റിംഗ് ഒന്നും പൂർത്തിയായിട്ടില്ല. പുറക്കാട്ടേരി പാലത്തിൽ നിന്ന് ഇനി കുറച്ച് അങ്ങോട്ടുള്ള ഭാഗം നമ്മൾ വീഡിയോ എടുക്കാനാണ്. നേരത്തെ ചെയ്ത വീഡിയോ മിസ്സായത് കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോകുമ്പോൾ എടുക്കുന്ന വീഡിയോ ആണ്. പുറക്കാട്ടേരി പാലം കഴിഞ്ഞുള്ള നമ്മൾ വടകര ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ പുറക്കാട്ടേരി പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണിത്. ഇവിടെയൊക്കെ കോരപ്പുഴ പാലത്തിന് തൊട്ട് മുന്നേയുള്ള പ്രദേശം. ഇവിടെയൊക്കെ 3 വരിപ്പാത ഓൾറെഡി ടാറിങ് നേരത്തെ പൂർത്തിയായി. അതിൻ്റെ ക്രാഷ് ബാരിയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത 3 വരിപ്പാതയും കോൺക്രീറ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വർക്കാണ് ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ പെട്ടെന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ടാറിങ്ങൊക്കെ ഈ റീസെൻ്റ്ലി ചെയ്ത ടാറിങ്ങാണ്. ടിപ്പർ കാരണമൊക്കെ പൊടിയും പാറ്റി വാഹനം ഉണ്ടോ എന്ന് നോക്കാതെ അടിച്ച് കയറുക. ഇവിടെയൊക്കെ നേരത്തെ ക്രാഷ് ബാരിയർ ഉണ്ടാക്കി വെച്ചിരുന്ന അപ്പോഴേ എനിക്ക് തോന്നിയിരുന്നത് എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. പക്ഷെ ആ ക്രാഷ് ബാരിയറൊക്കെ ഇപ്പോൾ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ടാവും. തല്ലിപ്പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ അലൈൻമെൻറ്റിലോ അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു ലെവലിങ് കുറച്ചുകൂടി ഉയർന്നു വരാൻ അങ്ങനത്തെ ഒരു സംതിങ് റോങ് സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ വർക്ക് കഴിയുന്നതിന് മുന്നേ ആയിരുന്നു ഈ ക്രാഷ് ബാരിയർ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഗേഡറുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുറക്കാട്ടേരി പാലത്തിന് വേണ്ടിയിട്ടുള്ള ഗേഡറുകളാണ് ഇപ്പോൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഗേഡറുകൾ ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു.
കംപ്ലീറ്റ് ഇപ്പോൾ സ്ഥലം കാലിയാക്കിയിരിക്കുകയാണ്. ഗേഡർ ലോഞ്ച് ചെയ്ത് ആ ഒരു പ്രദേശം എംപ്റ്റി ആയി. ഇപ്പോൾ പറമ്പത്ത് എന്ന് പറഞ്ഞൊരു പ്രദേശമാണ്. പറമ്പത്ത് വിശാലമായ ഒരു അണ്ടർ പാസേജ്. നേരത്തെ ഉണ്ടായിരുന്ന ആ അണ്ടർ പാസേജ് തന്നെ പഴയ ദേശീയപാതയോട് കൂടിയിട്ടുണ്ടായിരുന്ന അണ്ടർ പാസേജ് അത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ചിലയിടത്തൊക്കെ പഴയ അണ്ടർ പാസേജിന് ഹൈറ്റ് കുറവുള്ളതുകൊണ്ട് അത് പൊളിച്ച് മാറ്റി പുതിയ അണ്ടർ പാസേജ് നിർമ്മിക്കുകയാണ്. ഇവിടെ പഴയ അണ്ടർ പാസേജും അത്യാവശ്യം കുഴപ്പമില്ലാത്തതുകൊണ്ട് അത് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് അത് പൊളിക്കാതെ ബാക്കി 3 വരി പാതയ്ക്ക് വേണ്ടിയിട്ട് പഴയ അണ്ടർ പാസേജും അതിൻ്റെ കൂടെ പുതിയത് കൂടി എക്സ്റ്റെൻഡ് ചെയ്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മളെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് വൈറലാക്കാൻ സ്പ്രെഡാക്കാനും മാത്രം ഈ ഒരു അവസരത്തിൽ റിക്വസ്റ്റ് ചെയ്യുന്നു.